Empower, Embellish, Emerge എന്ന EQ ട്രെയിനിങ് സീരീസിന്റെ 8ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേജിൽ കയറിയിട്ട് ഒരു ഭംഗിയായിട്ട് പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവായിരിക്കും അല്ലെ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് ആണ് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. കോർപ്പറേറ്റ് ട്രെയിനറും സൈക്കോതെറാപ്പിസ്റ്റും NLP മാസ്റ്റർ ട്രെയിനറുമായിട്ടുള്ള ബിജു ബാലഗോപാലാണ് ഇന്നത്തെ സെഷൻ നയിക്കുന്നത്. ബിജുവിന് ഞാൻ ഈ ഫ്ലോർ കൈമാറും. കുറച്ചുകൂടെ കൂടാൻ തോന്നുന്നു. സിസ്റ്റത്തിന്റെ വോളിയം മാക്സിമം ആക്കിക്കോളൂ. ഓക്കെ. ഓഡിബിൾ ആണോ? ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാൻ സൗണ്ട് കുറവുണ്ട് ബിജു സാറേ. ബിജു ഇതാണ് മാക്സിമം. ഇതാണ് മാക്സിമം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ ബിജു. ഓക്കെ. Genius are born but orators are made. വരുന്നു. ഞാൻ തൽക്കാലം ഓഫ് ചെയ്ത് വെക്കാം. ക്ലിയർ ഉണ്ടാവും. ഇപ്പൊ ക്ലിയർ ആണോ? ഒക്കെ പോയില്ലേ? ഓക്കെ. പ്രധാനമായും 2 തരത്തിലുള്ള കഴിവുകളെ കുറിച്ച് പറയും. ഒന്ന് ടാലന്റ് ആണ്. ടാലന്റ് എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കഴിവിനെയാണ് ടാലന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, അത്തരം കഴിവുകളൊക്കെ ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ മഹാനായിട്ടുള്ള ഒരു ഗായകൻ ഉണ്ടായിരുന്നു SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ പാട്ട് പാടുന്ന സമയത്ത് ക്ലാസിക്കൽ ടച്ചുള്ള സോങ് പാടിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ക്ലാസിക്കലായിട്ടൊന്നും അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ ടാലന്റ്. ഇനി രണ്ടാമത്തെ ഒരു കഴിവുണ്ട്, സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുന്നത് കഴിവാണ്, നൈപുണ്യം എന്നൊക്കെ മലയാളത്തിൽ അതിനെ പറയും. അതായത് സ്ഥിരമായിട്ട് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കഴിവാണ് സ്കിൽ. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീച്ച് അഥവാ ആളുകളുടെ മുന്നിലിരുന്ന് സംസാരിക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പബ്ലിക് സ്പീച്ച് ഓരോ പ്രൊഫഷനിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്പീച്ച് വേണം. ഉദാഹരണത്തിന് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഒരു നേതാവിനെ ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇനി തൊഴിൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് മേഖലയിൽ നല്ല പോസ്റ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം. പ്രസന്റേഷൻ സ്കില്ല് മസ്റ്റാണ്. അതിലും ഏറ്റവും നല്ല വാല്യുബിൾ ആയിട്ടുള്ള നല്ല ജോലിയായിട്ട് പറയുന്നത് സിവിൽ സർവീസ് ആണ്. അവിടെ IAS IPS പോലുള്ള പ്രൊഫഷനിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ പബ്ലിക് സ്പീച്ച് മസ്റ്റ് ആയിട്ടുള്ള സ്കില്ലാണ്, എന്തായാലും വേണ്ട സ്കില്ലാണ്. പക്ഷെ പൊതുവെ ആളുകളെ സംബന്ധിച്ച് വലിയ പേടിയുള്ള ഒരു കാര്യമാണ് സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുക എന്നുള്ളത്. സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഫിയർ ആണ് ആളുകളുടെ ആദ്യത്തെ ബ്ലോക്ക്. ചില ആളുകളെ സംബന്ധിച്ച് പേടി വരും, ചിലരെ സംബന്ധിച്ച് തൊണ്ട വരലും ദാഹം തോന്നും, വാക്കുകൾ കിട്ടാതെ വരും, ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ വരും, എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ, അറിയാവുന്ന കാര്യങ്ങൾ പോലും പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത്തരത്തിലുള്ള പേടി ചിലരെ സംബന്ധിച്ച് വരാം. പിന്നെയും ചില ആളുകളെ സംബന്ധിച്ച് റയറായിട്ട് ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് സ്റ്റേജിൽ കയറുന്നൊക്കെ മുമ്പായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നും, പോയിട്ട് പിന്നെയും വീണ്ടും പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി പിന്നെയും വരും. അത്തരം കേസുകളും ഉണ്ട്. അപ്പോ ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് സ്പീച്ച് അഥവാ പ്രസംഗിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ച്
തുടക്കക്കാരെ സംബന്ധിച്ച് പേടി ഉണ്ടായിരിക്കും. അത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പേടി വരിക എന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്പീക്കേഴ്സിന്റെയും തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞത് അവരുടെ ഓൾമോസ്റ്റ് ഫെയിലിയർ ആണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, അറിയപ്പെടുന്ന പ്രാസംഗികരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് അവർ ഉദ്ദേശിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പേടി എന്ന് പറഞ്ഞ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ പേടി എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തിനെയാണോ പേടിക്കുന്നത് അത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തിനെയാണോ പേടിക്കുന്നത്, പബ്ലിക് സ്പീച്ച് ആണെങ്കിൽ പബ്ലിക് സ്പീച്ച് സ്റ്റേജിൽ കയറി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പേടി പോവുകയും. അപ്പൊ ഫിയർ എന്ന് പറഞ്ഞ കളയണം, പ്രത്യേകിച്ച് പബ്ലിക് സ്പീച്ചിന്റെ ഫിയർ കളയണം എന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറണം. ഫെയിലിയർ ആവാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. ചെറുപ്പകാലത്ത് എനിക്ക് നായനെ പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ തന്നു. അതൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് നടന്നു വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു, ഉച്ചത്തിലുള്ള നിലവിളി. അത് കേട്ട സമയത്ത് ഉടനെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അവിടേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ബേസിക്കലി നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ക്യൂരിയോസിറ്റി കൂടുതലാണ്, നമുക്ക് ആകാംക്ഷ കൂടുതലാണ്. അങ്ങനെ നോക്കണ്ട എന്ന് പറഞ്ഞ സൈഡിലേക്ക് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി. അവിടെ കണ്ടൊരു സീൻ എന്നെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു കുട്ടിയെ കയ്യും കാലും എല്ലാം പിടിച്ച് സിസ്റ്റേഴ്സ് പിടിച്ച് ബലമായിട്ട് പൊക്കിളിൽ വലിയൊരു ഇഞ്ചക്ഷൻ കുത്തിയിരിക്കുന്ന സീനാണ് ഞാൻ കണ്ടത്. അന്നത്തെ കാലത്ത് റാബിസ് വാക്സിൻ അങ്ങനെ എടുക്കുക, പൊക്കിളിന്റെ ചുറ്റും എടുക്കുക, വലിയൊരു സൂചി. അന്ന് എന്നെ സംബന്ധിച്ച് വലിയൊരു സൂചിയാണ് ഞാൻ കാണുന്നത്. അത് കുത്തി ഇറക്കുന്ന ഒരു സീൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് നായ കടിച്ചാൽ പേ ഇളകാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന കുത്തിവെപ്പാണ്, അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം എടുക്കണം. ഈ ഒരു സംഭവം ഒരു ഷോക്കിംഗ് ആയിട്ട് എൻ്റെ മൈൻഡിലേക്ക് കയറി, ഒരു പേടിയായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി. അങ്ങനെ ഈ പേടി ഞാൻ കൊണ്ടു നടന്നു. പോകുന്ന വഴിയിലൊക്കെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന പേടി, എവിടെയെങ്കിലും നായ വരും, നായ വന്ന് ഓടി വന്ന് എന്നെ കടിക്കും, കടിച്ചു കഴിഞ്ഞാല് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സിസ്റ്റേഴ്സ് എല്ലാം കയ്യും കാലും കൂട്ടി പിടിച്ച് എന്റെ നിലവിളി മൈൻഡ് ചെയ്യാതെ പൊക്കിൽ വലിയ സൂചി കുത്തി ഇറക്കും. ഈ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇത് കുറെ ഹൈസ്കൂൾ ലെവലിൽ വരെ ഞാൻ ഏകദേശം കൊണ്ടു നടന്നു. അതിനുശേഷം ഇപ്പോ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വീട്. അവിടെ നിന്ന് താമസം മാറി, വേറെ സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു 3 അടി വഴി. 3 അടി വഴിയിലൂടെ വന്നിട്ട് അവിടെ ടേൺ ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് കടക്കാനായിട്ട്. ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി അതിനെ കടന്നു വരും. ഈ ടേൺ ചെയ്യുന്ന സ്ഥലം എന്നെ സംബന്ധിച്ച് വളരെ പേടിയുള്ള ഒരു ഏരിയ ആയിരുന്നു. കാരണം ആ വീട്ടിലെ ഒരു നായയുണ്ട്. സിഗ്നൽ ഇങ്ങനെയാണ്, ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നായ തുറന്നിട്ടുണ്ടായിരിക്കും, നായനെ കെട്ടയച്ചു വിട്ടിട്ടുണ്ടായിരിക്കും. ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നായ കെട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടാലും അടച്ചിട്ടാലും എന്നെ സംബന്ധിച്ച് വളരെ പേടിയാണ് ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് പോകാനായിട്ട്. അങ്ങനെ ഒരു ദിവസം കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നേരെ വന്നു, ഒറ്റയ്ക്കാണ് വരുന്നത്. ഈ മൂലക്കൽ എത്തിയ സമയത്ത് അവിടെ ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന നായനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഗേറ്റ് തുറന്നിടാറില്ല. ആ നായ എല്ലാവരും ഉപദ്രവിക്കുന്ന നായ ആയതുകൊണ്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാറില്ല. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നായ അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു പേടി എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ പതുക്കെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു. അങ്ങനെ നായയുടെ പേടി കാരണം ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് എനിക്കൊരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. നായനെ കെട്ടിയിട്ടിട്ടില്ല, ഗേറ്റും തുറന്നിട്ടിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ സംശയിച്ചാൽ കള്ളനാന്ന് വിചാരിച്ച് നായ ഓടി ഒന്ന് കടിക്കും, തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ കള്ളനാന്ന് വിചാരിച്ച് നായ ഓടി വന്നിട്ട് കടിക്കും. അപ്പൊ ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് വെച്ചു. നായ എന്റെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഒരു തെരി മുന്നിലേക്ക് വന്നു.
തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നായ മിക്കവാറും ചിലപ്പോൾ എന്റെ പുറകിൽ കടിക്കും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ വീണ്ടും സംശയിച്ചു, ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക് വെച്ചു. അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നായക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് എന്തോ കാര്യമായിട്ട് കള്ളത്തരമുണ്ട്. നായ ഓടി വന്ന സമയത്ത് എന്റെ കയ്യിലുള്ള ഇതൊക്കെ ഞാൻ അവിടെ ഇട്ടു. ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ ഞാൻ ഒച്ചത്തിൽ നിലവിളിച്ചു. കൈകളൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നു. 2 കൈയും ചേർത്ത് നായയുടെ വായ പൊത്തിപ്പിടിച്ചിട്ട് ഉറക്കെ നിലവിളിച്ചു. സത്യത്തിൽ നായ പേടിച്ചു പോയി. അതിന്റെ ജീവിതത്തിലെ ആദ്യമായിട്ടായിരിക്കാം ഒരാൾ വായ പൊത്തിപ്പിടിച്ച് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത്. ഒരു വിധത്തിൽ നായ തല കൊതറി അവസാനം എന്റെ കയ്യിൽ പിടുത്തം വിട്ടുപോയി. പക്ഷെ ഞാൻ മരവിച്ച കൈയായതുകൊണ്ട് അതിന് തല വിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നായ കൊതറിപ്പോയി. പിന്നെ ഞാൻ കണ്ട ഒരു സീൻ, ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുമ്പോൾ നായ 2 സ്റ്റെപ്പ് പുറകിലേക്ക് പോയി, ദൂരെ പോയി നിന്നിട്ട് നിലവിളിച്ച് കരയുമായിരുന്നു. വീണ്ടും ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നായ പുറകിലേക്ക് പോകും. പക്ഷെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം എവിടെയും നായനെ പേടിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പറഞ്ഞു വരുന്നത്, പബ്ലിക് സ്പീച്ചാണ് പേടിക്കുന്നെങ്കിൽ നിങ്ങൾ സ്റ്റേജിലേക്ക് കയറണം, പ്രസന്റ് ചെയ്യണം. സ്റ്റേജിലേക്ക് കയറണം, പ്രസന്റ് ചെയ്യണം. ആ പേടി പോകണം എന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറി പ്രാക്ടീസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൂടി പോയെങ്കിൽ മാത്രമാണ് പേടി പോകുള്ളൂ. എന്തിനെയാണോ പേടിക്കുന്നത് ആ കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പേടി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോ പ്രസംഗത്തെ സംബന്ധിച്ച് പേടി മാറ്റണമെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ പ്രസംഗിക്കണം. അതിന് ആദ്യം വേണ്ട കാര്യം പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫെയിൽഡ് ബിക്കോസ് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആണ്. എന്ന് വെച്ചാല് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി പോകാതെ ഇരിക്കുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്നത്. അതുകൊണ്ട് എവിടെ പ്രസംഗിക്കാന്നുണ്ടെങ്കിലും എവിടെ പ്രസംഗിക്കാൻ പോവാന്നുണ്ടെങ്കിലും ആദ്യം വേണ്ടത് പ്രിപ്പറേഷൻ ആണ്. എസ്പെഷ്യലി നമ്മുടെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, തുടക്കക്കാരെ സംബന്ധിച്ച് പ്രസംഗം തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പ്രിപ്പറേഷൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്ന്, അനുവദിച്ച സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാനായിട്ട് സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഒരു സ്പീക്കറുടെ കഴിവ്. ഒരുപാട് സംസാരിച്ച് അത് ആ സമയത്തൊക്കെ കൂടുതൽ എടുക്കുന്നതല്ല ഒരു സ്പീക്കറുടെ കഴിവ്. അതുകൊണ്ട് അനുവദിച്ച സമയമാണ് നമ്മളെ സംബന്ധിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ. അനുവദിച്ച സമയത്തിന് കണക്കാക്കിയിട്ട് വേണം സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യു ഷുഡ് നോ അബൌട്ട് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ കുറിച്ച് നമ്മൾ അറിയണം. ഓരോ ഓഡിയൻസും ഓരോ ടൈപ്പ് ആളുകളാണ്. അവരെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിയും? എങ്ങനെ നമുക്കറിയും? ഒന്ന് ആലോചിച്ചു നോക്കി. ഓഡിയൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് സംഘാടകരെ അടുത്ത് ചോദിച്ചേക്കാം ഏത് ടൈപ്പ് ആളുകളാണ്, അവിടുത്തെ ആളുകളുടെ നേച്ചർ. ചില സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ഇംഗ്ലീഷ് സെന്റൻസുകൾ ഉപയോഗിച്ച് മനസ്സിലാവില്ല. ചില സ്ഥലത്ത് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ചില സ്ഥലത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അവർക്ക് കാച്ചിങ് ഉണ്ടാവുക. ചിലരെ സംബന്ധിച്ച് കുറച്ചുകൂടി കട്ടിയുള്ള വാക്കുകൾ പറയേണ്ടിയിരിക്കും. അപ്പൊ ഓഡിയൻസിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് അതനുസരിച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാനൊരിക്കൽ ഒരു തമിഴ് സിനിമ കാണുന്നുണ്ടായി. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ സിനിമയിൽ കാണിക്കുന്ന ഫസ്റ്റ് നായകനെ കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, നായകനെ കാണിക്കുന്ന സീനാണ്. ക്യാമറ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് അവസാനം കടലിന്റെ നടുക്കാണ് നന്നായി കാണിക്കുന്നത്. കടലിന്റെ നടുക്ക് ഒരു ചുഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ ചുഴിയിലേക്ക് ക്യാമറ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നാണ് നായകൻ പൊന്തി വരുന്നത്. ഏതാണ്ട് റോക്കറ്റ് വിട പോലെ പൊന്തി വന്നിട്ട് പതുക്കെ കടലിന്റെ അവിടുന്ന് നടന്നിട്ട് കയറി വരുന്നതാണ്. അത് വളരെ മ്യൂസിക് കൊടുത്ത ആളുകൾ കൈയടിക്കുന്ന ഒരു സീനാണ്. ആക്ച്വലി അത്തരത്തിലൊരു സീൻ ഒരു പക്ഷെ മലയാള സിനിമയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ അത്രയും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്
അവിടുത്തെ തമിഴ്നാട്ടിലെ ഓഡിയൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അവരെ ഓഡിയൻസിന്റെ പൾസാണ്. അപ്പോൾ ഒരു സ്പീക്കറുടെ കഴിവ് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ ആഗ്രഹിക്കുന്ന സന്ദേശം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്നുകൂടി എടുത്തു പറയാം, അതായത് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന സന്ദേശം അവർ ആവശ്യപ്പെടാതെ കൊടുക്കാൻ സാധിക്കുന്ന സ്ഥലത്താണ് ഒരു സ്പീക്കറുടെ കഴിവുള്ളത്. ഇതിനാണ് ഓഡിയൻസിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. പ്രിപ്പറേഷനിലെ ഓക്കെ, താങ്ക് യു. മൈക്ക് പിടിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തതാണ്. അപ്പൊ പ്രിപ്പറേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇതിലെ ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ നല്ല ഒരു സിനിമ പോലെ ആയിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നല്ല സിനിമ എന്ന് പറഞ്ഞാല് ഇൻട്രൊഡക്ഷൻ നന്നാവണം, നല്ല സന്ദേശം ഉണ്ടാവണം, വേരിയേഷൻസ്, അതായത് ഡിഫറെന്റ് സീനുകൾ ആ സിനിമയിൽ ഉണ്ടായിരിക്കും, ഫൈറ്റ് സീൻ ഉണ്ടായിരിക്കും, ഇമോഷണൽ സീനുകൾ ഉണ്ടായിരിക്കും, ഫീലിങ്ങുകൾ കാണിക്കും, ലവ് കാണിക്കും, സ്റ്റണ്ട് കാണിക്കും. ഇങ്ങനെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോയിട്ട് അവസാനം നല്ലൊരു കൺക്ലൂഷൻ അഥവാ ക്ലൈമാക്സ് ഉണ്ടായിരിക്കും. ഇതേപോലെയാണ് പ്രസംഗം എന്ന് വെച്ചാല് ഇൻട്രൊഡക്ഷൻ നന്നാവണം, നല്ല സന്ദേശം ഉണ്ടാവണം, അതിന് വേണ്ട കമ്പോണൻസ് എല്ലാം ഉണ്ടാവണം, അവസാനം കൺക്ലൂഷൻ നന്നാവണം. സിനിമ തുടങ്ങി അവസാനം ക്ലൈമാക്സ് മോശമായി കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ പറയും സിനിമ വളരെ മോശമായി എന്ന് പറയും. അതാണ് ക്ലൈമാക്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്തുകൊണ്ടാണ് പുതിയ ആളുകൾ പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാല് എന്തെങ്കിലും പറയാം എന്ന് കരുതി അവിടെ പോകും. എന്തെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ പറയാന്ന് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് അവിടെ പോകും. അവിടെ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷൻസ് ഒന്നുകൂടി കൂടും. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകും. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ദ സ്പീച്ച് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് അതിന്റെ പ്രാക്ടീസ് ആണ്. എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണാറുണ്ട് ചില കലകൾ, സംഗീതം പഠിച്ച ആളുകൾ അരങ്ങേറ്റം ചെയ്യും ആദ്യത്തെ അവരുടെ പെർഫോമൻസ്. അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ പോയിട്ട് അത് പെർഫോം ചെയ്യുന്നത്. ഇതേപോലെ ഡാൻസ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഡാൻസ് അരങ്ങേറ്റത്തിന് മുമ്പ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യും. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം? റീഡിംഗ് ഹാബിറ്റുള്ള ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യും. ആർക്കും ടെക്സ്റ്റ് ചെയ്യാം, മേ ബി റീഡിംഗ് ഹാബിറ്റുള്ള ആൾക്ക് പെട്ടെന്ന് കിട്ടും. ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരാളുടെ പെർഫോമൻസ് എത്തണമെങ്കിൽ എത്ര മണിക്കൂർ? സമീർ, എക്സലന്റ്. ഇറ്റ്സ് മോർ ദാൻ 10,000 hours ആണ് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പെർഫോമൻസ് എത്തണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ പെർഫോമൻസ്? അദ്ദേഹം പറഞ്ഞു, എന്റെ സീക്രട്ട് 3 കാര്യങ്ങളാണ്. നമ്പർ 1 പ്രാക്ടീസ്, നമ്പർ 2 പ്രാക്ടീസ്, നമ്പർ 3 പ്രാക്ടീസ്. അദ്ദേഹത്തിന്റെ സീക്രട്ട് ഓഫ് സക്സസ് അതാണ്. It is written as 20 hours daily. Yes, okay. ഒരു above 6 hours പ്രാക്ടീസ് ചെയ്തെങ്കിൽ മോർ ദാൻ 4.5 years മേലെ വരും. 4 വർഷത്തിൽ കൂടുതൽ എടുക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പെർഫോമർ ആവണമെന്നുണ്ടെങ്കിൽ. ഒരിക്കലും ഒരു ഇന്റർവ്യൂല് രവീന്ദ്രൻ മാസ്റ്റർ ഒരു കാര്യം പറയണ്ട യേശുദാസിന്റെ പ്രാക്ടീസിനെ കുറിച്ച്. കാലത്ത് നേരത്തെ യേശുദാസിന്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഫോൺ എടുക്കുക, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് കാണാമെന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ അദ്ദേഹത്തിന്റെ ഇത് ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതാണ് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ്.
അപ്പോ പ്രാക്ടീസ് എത്രയും കൂട്ടുന്നു അത്രയും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ എത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നു അത്രയും പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞാല് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ ചോദിച്ചാല് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാം. അപ്പൊ നമുക്ക് ചില പോർഷൻസ് അവിടെ കട്ട് ചെയ്യാം. ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ച സമയം എത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ പോയിന്റ്സ് അവിടെ ആഡ് ചെയ്യാം. ഇതറിയണമെങ്കിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എല്ലാ സ്പോർട്സും എടുത്തു നോക്കുക. അവരെ എല്ലാ ദിവസവും കളിക്കളത്തിൽ പെർഫോമൻസ് ടൈമിലല്ല അവർ ഇറങ്ങി കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുന്ന ടീമിനെ സംബന്ധിച്ച് അവർ ക്രിക്കറ്റ് കളിക്കുന്ന ദിവസമല്ല, പെർഫോമൻസ് ദിവസമല്ല, അതിനും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കളിയില്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പബ്ലിക് സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പ്രാക്ടീസ് ചെയ്താലുള്ള വേറൊരു ബെനിഫിറ്റ് എന്താ ചോദിച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയാം, ഉദാഹരണം പറയാം. 5 മിനിറ്റ് സംസാരിക്കാൻ തന്നിരിക്കുന്ന ഒരു പ്രസംഗം 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ നിങ്ങളവിടെ പോകുന്നത് കോൺഫിഡൻസ് ലെവലിൽ ആയിരിക്കും. 20 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ലെവലിൽ പിന്നെയും ഡബിളോ ട്രിപ്പിളോ എനർജി സിനർജി ആയിട്ട് മാറും. പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ 5 മിനിറ്റ് അല്ലേ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് കരുതിയിട്ട് അവിടെ പോയി കഴിഞ്ഞാല് വിചാരിച്ച പോലെ ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല. അപ്പോ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു സ്പീക്കർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഐ നീഡ് സജഷൻസ്. മെസ്സേജ് ഇടാം. ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? അതിനുശേഷം 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വോയിസ് മോഡുലേഷൻ നല്ല പോയിന്റ് ആണ്. ദെൻ യൂസ് റിലേറ്റബിൾ എക്സാമ്പിൾ. അട്രാക്റ്റീവ് ആക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോറീസ്, ക്വസ്റ്റ്യൻസ് to audience, questions to audience, excellent. Empathize with audience to what they accept, eye contact, excellent. ചോദ്യങ്ങൾ ചോദിക്കണം. Exactly. ഹ്യൂമർ, തമാശ രൂപത്തിൽ പറയാം. കൈ ഉയർത്തി ആംഗ്യം കാണിക്കുക. റൈറ്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോ ഡൗട്ട് ഇറ്റ്സ് ഐ കോണ്ടാക്ട്. ഒരു സംശയമില്ല. കാരണം നമ്മൾ ഓഡിയൻസിന് നോക്കിയെങ്കിലാണ് ഓഡിയൻസ് നമ്മളെ നോക്കുന്നത്. ഓഡിയൻസിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഫീലിംഗ് എന്നെ നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകണം. എന്ന് വെച്ചാൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയെങ്കിലാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. നമ്മള് സംഭാഷണം, കോൺവെർസേഷനും അങ്ങനെയാണ്. മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്. അപ്പോ ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നും തുടങ്ങി വേറെ സൈഡിലൂടെ ഇങ്ങനെ ഓഡിയൻസ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടിരിക്കണം. ഇരിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യണം എന്നെ നോക്കുന്നുണ്ട്, എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ പ്രോപ്പർ ഐ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ചിന്തിക്കുക എന്നോട് മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചേക്കാം. എക്സ്പീരിയൻസാണ് പറയുന്നത്. പബ്ലിക് സ്പീച്ചിന്റെ ട്രെയിനിങ് എടുത്തിട്ട് ഈ പോയിന്റ് പറഞ്ഞ ശേഷം പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പറയുന്നത് അത് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്, എന്നോട് മാത്രം സംസാരിക്കുന്നത് ചിലപ്പോൾ അത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഫീലിംഗ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത് ഒരാൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. വോയിസ് മോഡുലേഷൻ വേണം. ഉദാഹരണത്തിന് ഒരു പാട്ടിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞും കൂടി ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷെ ആ പാട്ട് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. വേരിയേഷൻ. ചില പ്രസംഗങ്ങള്
മോണോട്ടോണിൽ പോകും. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാല് അറ്റൻഷൻ കുറയുന്നത്. അറ്റൻഷൻ കുറയുന്നത് ഒരേ ടോണിൽ പോകുന്നതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഫീലിംഗുകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും. ചില തമാശകൾ പറഞ്ഞ സമയത്ത് നമ്മൾ തമാശ എൻജോയ് ചെയ്ത് പറയേണ്ടി വരും. ചില സീരിയസ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഇമോഷൻസ് കൊടുക്കേണ്ടി വരും. ചില മോട്ടിവേഷണൽ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മുടെ വോയിസും കാര്യങ്ങളും അവിടെ പഞ്ച് കൊടുത്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഇങ്ങനെ വേരിയേഷൻസ് ഉള്ള ടോക്ക് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. എന്ന് വെച്ചാല് അതാണ് ആളുകളുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുക. ഇതിനിടയിൽ ട്രാജഡികളെ നമുക്ക് കോമഡികളാക്കിയിട്ട് അവതരിപ്പിക്കാം. എന്ന് വെച്ചാല് മെസ്സേജ് അവിടെ കിട്ടും, പക്ഷെ കോമഡി ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ക്യാച്ച് ചെയ്യും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകളുടെ ഉള്ളിൽ ഓർമ്മയിൽ നിൽക്കും. ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷെ അത് തമാശ രൂപത്തിൽ അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് ആളുകളുടെ മനസ്സിലേക്ക് അത് കയറും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധിക്കപ്പെടും. ആ ഒരു കാര്യം ഓർമ്മയിലുണ്ടായിരിക്കും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോ ചില സിനിമകള് കോമഡി കൊണ്ട് മാത്രം ഹിറ്റായിട്ടുള്ള സിനിമ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ആളുകള് തമാശ ഇഷ്ടപ്പെടുന്നു. തമാശ ഇഷ്ടമാണ് ആളുകൾക്ക്. ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സുകളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അത് അവർ എൻജോയ് ചെയ്യും. അതുകൊണ്ട് ചില കാര്യങ്ങൾ തമാശ രൂപത്തിലും കഥ രൂപത്തിലും പറഞ്ഞ സമയത്ത് ലൈഫ് എക്സ്പീരിയൻസുമായി ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമായി അതിനെ ചേർത്ത് പറയുകയാണ്. മോട്ടിവേഷണൽ കഥ ആയിക്കോട്ടെ, എക്സ്പീരിയൻസുമായി ചേർത്ത് പറയുക. അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ നേടാനായിട്ട് സാധിക്കും. പിന്നത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധ കിട്ടും. അതിൽ തന്നെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് വളരെ തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഒരേ സെന്റൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് രണ്ടാമത്തെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഓഡിയൻസ് അറിയാതെ പറയും. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പറയാം. അതായത് കേരളത്തിൽ നല്ല അന്തരീക്ഷമാണ്. ഇതേ സെന്റൻസ് ഞാൻ രണ്ടാമത് പറയാണ്. കേരളത്തിൽ നല്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഓഡിയൻസ് പറയും അന്തരീക്ഷമാണ്. ഞാൻ ഒരു സെന്റൻസിന്റെ എക്സാമ്പിൾ പറയുന്നു. കാരണം അവര് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പറയാനുള്ള ടെൻഡൻസി വരുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ അവരിലേക്ക് വരും. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനൊപ്പം ഇത്തരത്തിലുള്ള ടിപ്സ് കൂടി കൊടുക്കുന്ന സമയത്ത് അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടുതൽ നേരം നമ്മൾക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് എന്ത് വേണം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലോ വേണ്ടേ? വോയിസ് ഓഡിബിൾ ആണോ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് വേണം? ഫ്ലോ കിട്ടണം. ഫ്ലോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടാ മതി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചായിട്ട് സംസാരിക്കാം. മോർ കീ പോയിന്റ്സ്. പിന്നെ പോരട്ടെ വോയിസ് മോഡുലേഷൻ, നെക്സ്റ്റ് എൻഗേജ്മെന്റ്, നോട്ട് ഡൗൺ ദ പോയിന്റ്സ്, thorough reading, preparation, pause, next.
നല്ല ഭാഷ നൈപുണ്യം, എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല എന്നേ ഉള്ളൂ. നല്ല പദസമ്പത്ത് വേണം. എക്സാക്ട് അതിലേക്ക് വന്നിട്ടില്ല. പ്രാക്ടീസ് ഫ്ലുവൻസി പ്രാക്ടീസ് ഒരു ഫാക്ട് ആണ്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അതിന് ഫ്ലുവൻസി കൊടുക്കും. See, you should do some physical and mental exercise. Flow കിട്ടണമെങ്കിൽ എനർജി. ഓക്കെ, താങ്ക് യു ഫോർ ദ ആൻസർ. മതി. ഊർജം വേണം. ഓക്കെ, ഒരു നല്ല സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുക. ഇറ്റ് വിൽ മേക്ക് വണ്ടർഫുൾ റിസൾട്ട്സ്. നമ്പർ 1, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഒന്ന്, മെന്റൽ, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ശീലമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് നേരത്തെ എഴുന്നേൽക്കുക. റോബിൻ ശർമ്മയുടെ 5 AM എന്നൊരു ബുക്ക് ഉണ്ട്. പിന്നെ മെൽ റോബിൻസ് 5 സെക്കൻഡ് റൂളിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ഗുണം. ഒരുപാട് അതുപോലെ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആളുകളിലെ ഒരു 99% ആളുകളുടെ ശീലമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സക്കർബർഗ് ഒക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത് കാലത്ത് നടക്കാനായിട്ട് ഇറങ്ങിയിരുന്നു പറയും നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ മൈക്കൊന്നുകൂടി അടുപ്പിച്ച് പിടിക്കുന്നുണ്ട്. ചിലപ്പോ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, മഴ ഉള്ളത് കൊണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് കൂടും, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. ചില കവികളൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ട് കവിത എഴുതുന്ന ശീലമുണ്ട് എന്നാ പറയുന്നത്. ഇടിവെട്ടുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റിട്ട് കവിത എഴുതുന്ന പറയുന്നത് അവരെ ക്രിയേറ്റിവിറ്റി വരുന്ന നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്താണ്. സോ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. ഒന്ന്. രണ്ടാമത്, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാലത്ത് അതും ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിക്കും. ഈ തോട്ട്സിന്റെ ഫ്ലോ കൂടും. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഒരുപാട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മുടെ BP കാര്യങ്ങൾ കുറയും, ഹാർട്ടിന്റെ മസിൽസിന്റെ പവർ കൂടും, ലങ്സിന്റെ കപ്പാസിറ്റി കൂടും. അതൊക്കെ ഫിസിക്കൽ ലെവലിൽ. പക്ഷെ തോട്ട്സിന്റെ ഫ്ലോ വരുന്നെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിലെ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിലെ എക്സസൈസും മെഡിറ്റേഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരിലുള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷൻ ആണ് ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ. ഈ രണ്ടും പ്രൊഡ്യൂസ് ചെയ്തതിൽ അവർ വളരെ എനർജറ്റിക് ആയിരിക്കും. അവരുടെ ഉള്ളിൽ നിന്നും ഇന്റേണൽ മോട്ടിവേഷൻ കൂടും. അപ്പോ നേരത്തെ എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അടുത്ത ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്പീക്കർ ചെയ്യുന്നത് നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ്. എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ് കാലം. ആ സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് തോട്ട്സ് വരും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പല സ്ഥലത്തും ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ ചില തോട്ട്സും ചില സാധനങ്ങളും വരും. ഒരുപക്ഷെ അത് ഏത് പുസ്തകത്തിൽ വായിച്ചാൽ ഓർമ്മ ഉണ്ടായിരിക്കില്ല, പക്ഷെ സെൻറ്റൻസ് ചിലപ്പോൾ മൈൻഡിൽ വരും. ചിലപ്പോൾ ഒരു സ്റ്റോറി വരും, ചിലപ്പോൾ ഒരു ഓതറുടെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വരും. ഇതെല്ലാം കിട്ടുന്നത് റീഡിങ് ഹാബിറ്റ് എന്നാണ്. നല്ലൊരു സ്പീക്കർ ആകണം എന്നുണ്ടെങ്കിൽ റീഡിങ് ഉണ്ടാവും. നല്ലൊരു ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ റീഡിങ് ഉണ്ടാവും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബ്രില്യൻ അല്ലെങ്കിൽ ലെജൻഡ് എന്ന് പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരു DGP ഉണ്ട്. പേരറിയോ? ലെജൻഡ് അലക്സാണ്ടർ പുനസ്
Alexander Punnus. Definitely. Jacob Alexander Punnus. അദ്ദേഹത്തെ വളർത്തിയിരിക്കുന്നത് റീഡിംഗ് ഹാബിറ്റാണ്. റീഡിംഗ് ഹാബിറ്റാണ്. IPS കിട്ടുന്നതിനേക്കാൾ മുമ്പ് തിരുവനന്തപുരം ലൈബ്രറിയിലെ 8 മണി മുതൽ ലൈബ്രറി അടയ്ക്കുന്ന വരാൻ പറ്റും റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അതിനുശേഷം IPS കിട്ടി ഒരു ഏറ്റവും നല്ല പോസ്റ്റ് DGP ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത്. ഇന്ന് ഏത് വിഷയത്തെ കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അറിവുള്ള ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷെ കുറഞ്ഞു പോയേക്കാം. അദ്ദേഹത്തെ വളർത്തിയത് റീഡിംഗ് ഹാബിറ്റാണ്. അപ്പോ കാലത്ത് എഴുന്നേറ്റ് കുറച്ച് സമയം റീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തോട്ട്സ് വരും. പിന്നെ പ്രസംഗിക്കാൻ പോകുന്നേക്കാൾ മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങള്. ഓഡിബിൾ ആണോ? രണ്ട് കാര്യങ്ങള്. ഒന്ന്, ഹെവി ഫുഡ് കഴിക്കാതെ പോവുക എന്നുള്ളതാണ്. ഹെവി ഫുഡ് കഴിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനും ബോഡിയും അതിന്റെ വർക്ക്, പ്രത്യേകിച്ച് ബോഡിയുടെ വർക്ക് കൂടുതൽ ഡൈജസ്റ്റിന് വേണ്ടി പോകും. അപ്പൊ തോട്ട് ഫ്ലോ കുറയും. അതിന് തന്നെ നോൺ വെജ് ഐറ്റംസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ തോട്ട് ഫ്ലോനെ അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പോലും പ്രവർത്തിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് എക്സാമിന് പോകുന്ന കുട്ടികളുടെ അടുത്ത് നോൺ വെജ് ഫുഡ് കാലത്ത് കഴിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ മരച്ചീനി അഥവാ കപ്പ കഴിക്കരുത് പറയും. വെജ് ഫുഡ് അഥവാ ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാനാ പറയും. അപ്പൊ തോട്ട്സിന്റെ ഫ്ലോ കുറെ കൂടി കിട്ടും. പിന്നെ പരീക്ഷത്തിലാണ് ഫ്രോം മൈ എക്സ്പീരിയൻസ്, നല്ല തേൻ കിട്ടുമെങ്കിൽ 1-2 ടീസ്പൂൺ കഴിച്ചാൽ 3 മണിക്കൂർ വരെ അതിന്റെ എഫക്റ്റ് കിട്ടും. നമ്മൾ സംസാരിക്കുന്ന തോട്ടിന്റെ ഫ്ലോ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ്, ഒരുപാട് നേരം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ അഥവാ വെണ്ണ കുറച്ച് കഴിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതായത് ഒരുപാട് സമയം സംസാരിക്കാൻ പോകുന്ന നമ്മൾ 1 ഡേ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം ഹാഫ് ഡേ എടുക്കുക, അങ്ങനെ മണിക്കൂറോളം സംസാരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ കഴിച്ചിട്ട് പോകും, വെണ്ണ കഴിച്ചിട്ട് പോകും. അങ്ങനെയാകുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് തൊണ്ടയിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ തൊണ്ട അടയുന്ന പോലെ അല്ലെങ്കിൽ തൊണ്ടയിൽ ഇറിറ്റേഷൻ കൂടും. അപ്പൊ തോട്ട് ഫ്ലോ കൂട്ടാനായിട്ട് തേൻ കഴിക്കാം. തൊണ്ടയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ബട്ടർ 1 ടീസ്പൂൺ കഴിച്ചിട്ട് പോകാം. ഇനി സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് കയറുന്ന സമയത്ത് സ്ട്രെസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരു നല്ല ഒരു എക്സസൈസ് ഉണ്ട്. ഞാനങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ആളാണ്. എപ്പോഴും ഒരു സ്പീക്കർ നേരത്തെ എത്തണം അവിടെ. എന്ന് വെച്ചാല് 9 മണിക്കാണ് പ്രോഗ്രാം എങ്കിൽ ഞാൻ പേഴ്സണൽ ആയിട്ട് പറയും, എന്റെ വ്യക്തിപരമായ അഭിപ്രായം 8:30-ക്കെങ്കിലും അവിടെ എത്തണം. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എത്തണം. തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഒരു നല്ല എക്സസൈസ് പറഞ്ഞത് അവിടെ സ്റ്റേജിലേക്ക് കയറുക. സ്റ്റേജിലേക്ക് കയറിയിട്ട് ആ സമയത്ത് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളവിടെ കയറിയിട്ട് ഓഡിയൻസിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ വെറുതെ നിന്നിട്ട് നമ്മള് മനസ്സിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മൈക്കിൽ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്തിനാണെന്ന് ചോദിച്ചാല് ആ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. അവിടുന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങുക, രണ്ടാമതും കയറുക. ഓഡിയൻസ് ഒക്കെ വരുന്നൊക്കെ അതിനാണ് നേരത്തെ എത്താൻ പറയുന്നത്. നേരത്തെ എത്തിയിട്ട് എല്ലാ സിറ്റുവേഷൻസും നോക്കുക, ഓഡിയൻസ് സംസാരിക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക. അങ്ങനെ ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഓഡിയൻസ് വരുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ സ്ട്രെസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടതായിരിക്കും. തുടർന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണത്. സ്റ്റേജിന്റെ മുന്നിൽ പോവുക, ആളുടെ കെട്ടിനൊക്കെ നേരത്തെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇനി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും നേരത്തെ എടുക്കുക. കാരണം പോയിട്ട് അവിടെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നു. പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ
പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അത് പവർ പോയിന്റ് പ്രസന്റേഷനിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യാനുള്ള അവസരമാണ് നേരത്തെ പോകുന്ന സമയത്ത്. ജസ്റ്റ് ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ നേരത്തെ എത്തുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടും. ഇനി ട്രെയിനിങ് സ്പീക്കർ ലെവലിൽ കഴിഞ്ഞ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നേരത്തെ പോകുന്ന സമയത്ത് ഹെവി ട്രാഫിക്കിലോ എവിടെയോ പെട്ടിട്ട് നമ്മുടെ സമയം നമ്മൾ ലേറ്റ് ആവാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ നേരം വൈകി വന്നിട്ട് പ്രൊഫഷണലിസം ടൈം മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ നമ്മൾ പറയുന്ന കാര്യത്തിന് വാല്യൂ തരുള്ളൂ. അപ്പോ നേരം വൈകി വന്നിട്ട് നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ഓൾറെഡി റിജക്ട് ചെയ്യും, മെന്റലി റിജക്ട് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുറെ കൂടി സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്പീക്കർ ആണ്. എന്ന് വെച്ചാല് സ്പീക്കറെ മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്തിനു വേണ്ടി? അതാണ് എന്റെ ചോദ്യം. എന്താണ് പ്രസംഗിക്കുന്ന ആളെ ഭംഗിയായി ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ പ്രാധാന്യം? Am I audible? Audible ആണോ? Yes, yes. എന്നാൽ റിപ്ലൈ തരാം. For creating a rapport, participants will use headphone and it will be so clear to attract people, audience impression, to boost confidence. Exact point like ഇപ്പോഴും വന്നിട്ടില്ലേ? Interact, to get a positive vibe. Then any other suggestions, points? Credibility, level of experience. ഇനി വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? പറയാം. ഒരു സ്റ്റേജിലേക്ക് ഒരു സ്പീക്കർ വന്ന് സംസാരിക്കുന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് ആധികാരികത? ഇൻട്രൊഡക്ഷനിലൂടെയാണ് ഒരു സ്പീക്കറെ കുറിച്ച് ഓഡിയൻസ് ഫസ്റ്റ് അറിയുന്നത്. സ്പീക്കറുടെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ നോളജ്, ഇതിനെ കുറിച്ച് ആദ്യം ഓഡിയൻസ് അറിയുന്നത് ഇൻട്രൊഡക്ഷനിലൂടെയാണ്. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷനിലാണ് സ്പീക്കറെ കുറിച്ചിട്ടുള്ള ഒരു മതിപ്പുണ്ടാകുന്നത്. അപ്പൊ നല്ല നോളജ് ഉള്ള ഒരാള് വന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ഓഡിയൻസ് ശ്രമിക്കുക. അതായത് ഒരു മെഡിസിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അസുഖത്തെ കുറിച്ച് സംസാരിക്കാൻ വരുന്ന സമയത്ത് ഒരു ഡോക്ടർ അല്ലാത്ത ഒരാൾ ആധികാരികമായിട്ട് സംസാരിച്ച ഒരാൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ വന്നിട്ട് വെറുതെ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അദ്ദേഹം ഇന്ന കോളേജിലെ മെഡിക്കൽ കോളേജിലെ വർക്ക് ചെയ്യുന്ന പ്രൊഫസറാണ്, 20 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഇത്രയും അധികം പേഷ്യൻസിന് ഇത്രയും വർഷം സർവീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഓഡിയൻസ് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലുള്ളതായിരിക്കും.
അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ഡെലിവർ സച്ച് തിങ്സ്. അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആണ് എന്ന് ഓഡിയൻസിന് അറിയാം. അതുകൊണ്ടാണ് അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ വേണം സ്പീക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട്. ഇനി അഥവാ ഇൻട്രൊഡക്ഷൻ നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻട്രൊഡക്ഷൻ നന്നായില്ലെങ്കിൽ നമുക്ക് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ പറഞ്ഞ കാര്യങ്ങള് ഉടനെ തിരുത്തരുത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷേ തിരുത്തണം. പ്രസംഗത്തിനിടയിലോ പ്രസന്റേഷനിടയിലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസിലോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. അതാണ് പ്രൊഫഷണൽ ആയിട്ട് തിരുത്താനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കൂടി അതിന് ശേഷം വേണം നമ്മുടെ പ്രസന്റേഷനിലേക്ക് കടക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് ഒരു പബ്ലിക് സ്പീച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ പ്രിപ്പറേഷൻ നന്നായിരിക്കണം, പ്രാക്ടീസ് നന്നായിരിക്കണം, ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും, നമ്മുടെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഫ്ലോ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം. ഇതിന്റെ പുറമെ മൈൻഡ് പവർ യൂസ് ചെയ്യാവുന്ന ടെക്നിക്കാണ്, ഏറ്റവും നല്ല ടെക്നിക്കാണ് പബ്ലിക് സ്പീച്ചിൽ യൂസ് ചെയ്യാം, വിഷ്വലൈസേഷൻ. ഒരുപാട് ആളുകൾ കേട്ടുള്ള കാര്യമാണ്. പബ്ലിക് സ്പീച്ചിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ ആളുകളുടെ മുന്നിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പായിട്ട് നന്നായി വിഷ്വലൈസ് ചെയ്യുക. അതിലെ ഉറങ്ങാൻ പോകുന്നതിനൊക്കെ മുമ്പ് ഈ സ്പീച്ചും ആളുകളുടെ അപ്രീസിയേഷനും എല്ലാം കിട്ടുന്ന വിഷ്വലൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകും. ഇറ്റ് വിൽ ബിക്കം റിയാലിറ്റി. പ്രസന്റേഷന്റെ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സംഭവം ഓട്ടോമാറ്റിക്കലി വരും. വിഷ്വലൈസേഷൻ പബ്ലിക് സ്പീച്ചിന് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. എത്രയും വിഷ്വലൈസ് ചെയ്യുന്നോ അത്രയും അത് നിങ്ങൾക്ക് പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി പേടി ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പേടി കുറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഫ്ലോ കുറവുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നല്ല ഫ്ലോയിൽ സംസാരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും കയ്യടിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വിഷ്വലൈസ് ചെയ്തിട്ട് പോവുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അറിയില്ല റിയാലിറ്റി എന്താണ്, വിഷ്വലൈസേഷൻ എന്താണെന്ന്. അത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളൂ. നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ആവശ്യമില്ല, സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളൂ. ഇനി നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും കിടക്കുകയാണ്. ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്ന ആളെ സംബന്ധിച്ച്, പ്രസംഗിക്കുന്ന ആളെ സംബന്ധിച്ച് പേടി ഉണ്ടായിരിക്കും. പേടി ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ പറയുള്ളൂ. പേടിക്കുക അതിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നത് ഒരു ഗെറ്റ് ടുഗെദർ പ്രോഗ്രാമിലാണ്. തൃശ്ശൂർ പേൾ ഏജൻസിയിൽ വെച്ചുള്ള പ്രോഗ്രാമാണ്. ഒരു ക്ലാസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രോഗ്രാമായിരുന്നു. എന്തുകൊണ്ടോ പ്രസംഗിക്കാൻ ഉള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം മുമ്പ് തന്നെ പേര് കൊടുക്കാമായിരുന്നു. പാടാൻ അറിയാത്തതുകൊണ്ട് പാട്ടിൽ പേര് കൊടുത്തില്ല, മിമിക്രി അറിയാത്തതുകൊണ്ട് മിമിക്രിയിൽ പേര് കൊടുത്തില്ല, മോണാക്ട് അറിയാത്തതുകൊണ്ട് മോണാക്ടിൽ കൊടുത്തില്ല. ഒരാഗ്രഹം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് പേര് കൊടുത്തു. പക്ഷെ പ്രസംഗം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നുള്ള ഒരു ട്രെയിനിങ്ങും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് പരീക്ഷയ്ക്ക് എസ്ഐ പഠിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ വിചാരിച്ച് എസ്ഐ പോലെ എഴുതി വെച്ചിട്ട് പഠിച്ചിട്ട് അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ടോപ്പിക്, ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. അവസരം കിട്ടി. 5 പേരാണ് പ്രസംഗിക്കാനുള്ള പേര് കൊടുക്കുന്നത്. പിന്നെ ചില ആളുടെ കരാക്കെ വെച്ച് പാട്ട് പാടാൻ, ഒരു മോണാക്ട്, അങ്ങനെ ഓരോരുത്തർ അവരുടെ രീതിയിൽ. അങ്ങനെ ഞാൻ എൻ്റെ കഴിവും അറിവും വെച്ചിട്ട് ഞാൻ നല്ല വൈറ്റ് പേപ്പറൊക്കെ വാങ്ങിച്ച് അതിൽ എസ് എഴുതി വെച്ചു. പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പ്രസംഗിക്കാനുള്ള തലേ ദിവസം വൈകിട്ട് എൻ്റെ ഫുഡ് കുറഞ്ഞു. ടെൻഷൻ കാരണം രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് ഒരു പാതി ബോധമുള്ള അവസ്ഥയിൽ എൻ്റെ മുഴുവൻ ടെൻഷനും വ്യത്യാസം പ്രസംഗിക്കാൻ പോണ്ട കാര്യമായിരുന്നു. കാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു, പക്ഷെ അധികം കഴിക്കാൻ പറ്റിയില്ല. അവിടെ പോയി പ്രോഗ്രാം ആരംഭിച്ചു.
പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ ആദ്യം കരോക്കെ ആയിരുന്നു, പാട്ടൊക്കെ വെച്ച് ഡ്യുവറ്റൊക്കെ സോങ്ങുകളൊക്കെ വരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പാട്ട് കേൾക്കാറുള്ളത്. ഇന്നും ചില സമയങ്ങളിൽ പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കാറുണ്ട്. വളരെ മനസ്സ് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ഒരു പാട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് മിമിക്രി ചിലവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചിരിക്കുന്നു പക്ഷെ ഞാൻ മാത്രം ചിരിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒന്നാമത്തെ ആള് പ്രസംഗിക്കാൻ കയറി. ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു ഇടിമിന്നലേറ്റൊരു അവസ്ഥ പതുക്കെ വന്നു തുടങ്ങി. ശരീരം മൊത്തം മരവിച്ചു തുടങ്ങി. അതിനു മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു വന്നിരുന്ന എൻ്റെ തൊണ്ട വരണ്ടു. നെഞ്ചിടിക്കാൻ തുടങ്ങി. നെഞ്ച് ഇടിച്ച് ഹാർട്ട് പുറത്തേക്ക് വരുന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അങ്ങനെ മരവിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയില് ഈ ഹാർട്ട് പുറത്തേക്ക് തള്ളി വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി. പക്ഷെ എനിക്ക് തല കുരിച്ച് നോക്കാനുള്ള ഒരു അവസ്ഥ പോലും എനിക്കില്ല. പക്ഷെ കഷ്ടപ്പെട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഹാർട്ട് പുറത്തേക്ക് വരുന്നില്ല, പക്ഷെ പൾസ് അടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച പോലെ ഞാൻ അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ ആള് കഴിഞ്ഞു. 3ാമത്തെ ആണ് എന്റെ പ്രസംഗം. 2ാമത്തെ ആള് എന്ത് പ്രസംഗിച്ചു എന്നൊന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. 3ാമത്തെ എന്റെ പേര് വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിച്ചു, ഞാൻ എങ്ങനെയോ കേട്ടു. 2ാമത്തെ പേര് വിളിച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നൊരു തോന്നല്, എവിടെയോ കേട്ട് പരിചയമുള്ള പേരാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. വീണ്ടും എന്റെ പേര് വിളിച്ചു. അങ്ങനെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ദുഷ്ടനായിട്ടുള്ള ഒരാളെ എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ബിജു നിന്റെ പേരെ വിളിക്കുന്ന സ്റ്റേജിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്റെ കയ്യിൽ ഉറക്കെ അടിച്ച ഫോഴ്സിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അന്ന് കോഡ്ലെസ് മൈക്കില്ല. സ്റ്റേജിലേക്ക് നടന്നു. ടെൻഷൻ അടിച്ച് സംസാരിക്കാൻ പറ്റാതെ അതായത് എന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് എന്റെ കയ്യിലേക്ക് അവിടെ അതിന്റെ ഒരു ഓപ്പറേറ്റർ കൊടുന്ന് കൈവച്ചത്. ആ മൈക്കും ഒരു കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ വടി പോലെ നടന്നു സ്റ്റേജിന്റെ അവിടെ പോയിട്ട് നിന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്തു. മൈക്കിന്റെ വയറെല്ലാം ചുറ്റി അതൊക്കെ എന്റെ കയ്യിൽ തന്നു. അങ്ങനെ ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച് നോക്കിയ സമയത്ത് സകല വൃത്തികെട്ട ആളുകളും എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ എന്റെ ടെൻഷൻ പിന്നെയും കൂടി. ആളുകൾ അവിടേക്ക് നോക്കുന്ന സമയത്ത് അവിടേക്ക് ടെൻഷൻ വരും, ഈ സൈഡിലേക്ക് നോക്കിയാൽ അവിടെ ടെൻഷൻ വരും. അങ്ങനെ ഒരു നടുക്കിലേക്ക് നോക്കിയ സമയത്ത് നടുക്കൽ സ്പേസിൽ നോക്കിയാലും എന്റെ ടെൻഷൻ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. ഈ പിടിച്ച മൈക്ക് കിടന്നത് കയ്യിൽ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ 2ാമത്തെ കൈ കൂടി അവിടെ ചേർത്ത് വെച്ചു. അങ്ങനെ 2 കൈയും കൂടി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അന്നൊരു യാഥാർത്ഥ്യം മനസ്സിലായി, വിറയ്ക്കുന്നുണ്ടെങ്കിൽ 2 കൈയിൽ പിടിച്ചാലും കിടന്ന് വിറയ്ക്കും. അതും കഴിഞ്ഞ് അരമണിക്കൂർ എഴുതിയിട്ടുള്ള ഞാൻ എന്റെ പ്രസന്റേഷൻ ആരംഭിച്ചു. എന്തു പറഞ്ഞു എന്ന് എനിക്കറിയില്ല. സ്ട്രക്കായിട്ട് നിൽക്കുന്ന എന്തോ ഞാൻ പറഞ്ഞു. ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ചു. 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം എടുത്തിട്ടുണ്ടായിരിക്കാം, മേ ബി മാക്സിമം. ആ 2 മിനിറ്റൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസംഗം. അവിടെ നിന്ന് ആളുകളുടെ കയ്യടി കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് ഓടിപ്പോകാനുള്ള ഫീലിങ്ങിലാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ചവിടെ പോയിരുന്ന സമയത്ത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വീണ്ടും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, തിരിച്ചുള്ള വരവ് വളരെ എനർജറ്റിക് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അധികം കഴിക്കാൻ പറ്റില്ല. അന്ന് മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്താ വെച്ചാല്, ചില ആളുകളുടെ നോട്ടമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. പറ്റാത്ത പണിക്ക് നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പരിഹാസത്തോടുകൂടി ചില ആളുകൾ ചിരിച്ചുകൊണ്ടൊക്കെ നോക്കി. ചില ആളുകൾ ഒരു സൈഡിലേക്ക് ആക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ വല്ല കാര്യമുണ്ടായിരുന്നു എന്ന രീതിയിൽ ചിരിച്ചു. കണ്ണുകൾ നിറഞ്ഞു, വിഷമിച്ചു. വീട്ടിലേക്കൊക്കെ തിരിച്ചു വന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞു. ഫോർച്യൂനേറ്റ്ലി ഓർ അൺഫോർച്യൂനേറ്റ്ലി ഐ വാസ് നോട്ട് മാരീഡ് ഓൺ ദാറ്റ് ഡേ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കേണ്ടി വന്നേനെ. അത് കഴിഞ്ഞ് ഇരുന്ന് കരഞ്ഞു. കരഞ്ഞ സമയത്ത് അന്നും എനിക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ട്, നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ട്. എൻ്റെ മനസ്സിലേക്ക് സഡൻ ആയിട്ട് വന്നുള്ള സെൻസ് ഉണ്ട്, യു ക്യാൻ ഐദർ ബി എ വിക്ടിം ഓർ എ വിക്ടർ ഓർ വിക്ടർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിക്ടിം ആവാം അല്ലെങ്കിൽ വിക്ടർ ആവാം. അങ്ങനെ ഐ ടുക്ക് ദ സെക്കൻഡ് വേർഡ്. ഞാൻ വിക്ടർ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ എടുത്തു.
ആരും അപ്രീഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തോളിൽ തട്ടി ഞാൻ പറഞ്ഞു, വെൽ ഡൺ മൈ ഡിയർ ബോയ്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് എന്ന് കരഞ്ഞ കണിഞ്ഞ് തോളിൽ തട്ടിട്ട് ഞാൻ പറഞ്ഞു, ചെയ്തുല്ലോ. സമാധാനിക്കാൻ വേണ്ടി ഞാൻ അന്ന് കിടന്നു തുടങ്ങി. അന്നൊരു ഡിസിഷൻ എടുത്തു, പബ്ലിക് സ്പീക്കർ ആവുന്നൊരു ഡിസിഷൻ. അതിനുശേഷം ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്തു. JCയുടെ പ്രസിഡന്റ് എന്നെ എലക്ട് ചെയ്തു. ആ വർഷം 2 അവാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിനറായിട്ട് ക്വാളിഫൈഡ് ആയി. പിന്നെ JCയുടെ സോൺ ട്രെയിനറിന്റെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ സോണിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. ട്രെയിനിങ്ങിൽ എൻ്റെ യാത്ര ആരംഭിച്ചു. ട്രെയിനിങ്ങിൽ നിന്ന് 10 വർഷത്തിലും മുകളിലായി. ട്രെയിനിങ് ഒരു പാഷനായിട്ട് ഇന്ന് കൊണ്ടുപോകുന്നു. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രെയിനിങ് ഫീൽഡിൽ. 6 ജില്ലകളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് മലബാർ ബിസിനസ് ക്ലബ് എന്നൊരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ട്രെയിനിങ്ങിൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള മധുഭാസ്കർ സാറിനെ ആയിരുന്നു. ഒരു ദിവസം 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന മധു സാറെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പേര് എൻ്റെ ആയിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പ്രോഗ്രാം എനിക്ക് കൺഫേം ആയി. ആ പ്രോഗ്രാം ഞാൻ എടുത്തു. ഏകദേശം 1.5 വർഷം മുമ്പായിട്ട് പ്രോഗ്രാം ഒന്നല്ല, ഏകദേശം 2 വർഷം മുമ്പായിട്ട് ആ പ്രോഗ്രാം എടുത്തു. കാലിക്കറ്റ് MP ആയിരുന്നു ചീഫ് ഗസ്റ്റ്. 134 ബിസിനസ് ആളുകൾക്കുള്ള പ്രോഗ്രാം ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്രോഗ്രാം ഞാൻ സ്യൂട്ടിട്ട് പ്രസന്റ് ചെയ്യണം, ഇരിക്കുന്ന ഓഡിയൻസും സ്യൂട്ടിട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അന്ന് റിയാലിറ്റി ചെയ്ത്. ആ പ്രോഗ്രാം എൻ്റെ കരിയറിൽ വളരെ ബ്രേക്ക് എന്നുള്ളത് ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാലിക്കറ്റ് MP ശ്രീ രാഘവൻ സാറിന്റെ കയ്യിൽ ഒരു പുരസ്കാരം വാങ്ങിച്ചു. പേപ്പറിലൊക്കെ നല്ല ന്യൂസ് കവറേജ് ആയിരുന്നു. എനിക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും കേരളത്തിന്റെ പല ഭാഗത്തേക്കും ഗൾഫ് മേഖലയിലേക്കും ഓൺലൈൻ ട്രെയിനിങ്ങിന് ഒരു അവസരം തന്ന പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവരുടെ ഡയറക്ടർ ഇന്റർവ്യൂവിലേക്ക് എൻ്റെ പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ICAIയുടെ ആലപ്പുഴ ചാപ്റ്ററിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അതിനുശേഷം കേരള പോലീസിന്റെ പുതിയ ലാസ്റ്റ് ബാച്ചിൽ കോൺസ്റ്റബിൾസിന് ആൾക്കാരുടെ ട്രെയിനിങ് നടക്കുമ്പോൾ 3 ജില്ലയിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ജില്ലയിൽ ഞാൻ പോയിട്ടെടുത്തു. അതില് മലപ്പുറത്ത് എടുത്തു, അതിനുശേഷം തൃശ്ശൂർ എടുത്തു, അതിനുശേഷം അവരുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് കൺഫേം ആയി. ഈ എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം എൻ്റെ ഒരു കരഞ്ഞ് കണ്ണ് കലങ്ങി തല താഴ്ത്തി ഒരാളുടെയും അപ്രീസിയേഷൻ കിട്ടാത്ത ഒരു പ്രസംഗത്തിൽ നിന്നായിരുന്നു. ഇന്ന് ഞാൻ പറയും, സംസാരിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും പബ്ലിക് സ്പീക്കറോ ട്രെയിനറോ ആവാം. സംസാരിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും പബ്ലിക് സ്പീക്കർ ആവാം, ഫ്രം മൈ എക്സ്പീരിയൻസ്. അങ്ങനെ നിങ്ങൾക്കും നല്ലൊരു പബ്ലിക് സ്പീക്കറും ട്രെയിനറും ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് 9 o'clock. താങ്ക് യു ബിജു സർ. പബ്ലിക് സ്പീക്കിങ്ങിന് പ്രാക്ടീസിനും പ്രിപ്പറേഷനുമുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് സ്പീക്കിങ്ങില് ഒരു സിനിമ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഉപമിച്ച് പറഞ്ഞിരുന്നു. അതായത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നല്ലൊരു സന്ദേശം, അതുപോലെ നല്ലൊരു കൺക്ലൂഷൻ, അതുപോലെ തന്നെ അറ്റൻഷൻ കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്, ഐ കോണ്ടാക്ട്, വോയിസ് മോഡുലേഷൻ, ഹ്യൂമർ തുടങ്ങിയവയുടെ പ്രാധാന്യം, അതുപോലെ നല്ല ഫ്ലോ കിട്ടണമെങ്കിൽ നല്ല റീഡിങ് എങ്ങനെ സഹായിക്കും, അതുപോലെ തന്നെ ഫുഡിന്റെ പ്രാധാന്യം, നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ പ്രാധാന്യം, വിഷ്വലൈസേഷൻ എങ്ങനെ നമ്മളെ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഹ്യൂമറസ്ലി നല്ല തമാശ രൂപേണ സ്വന്തം പ്രസംഗം ആദ്യമായിട്ട് പ്രസംഗിച്ച ആ ഒരു അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇത്. താങ്ക് യു സർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. അപ്പോ ഓരോരുത്തർക്കായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹലോ ബിജു സർ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രാക്ടീസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പ്രസംഗം നമ്മൾ കൊടുക്കുമ്പോൾ പ്രിപ്പറേഷൻ എനിക്ക് മനസ്സിലായി, ഓക്കെ ഫൈൻ. പക്ഷെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കംപ്ലീറ്റ് പ്രസംഗം എഴുതി നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതിയെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസ് എന്ന് പറയുന്നത്? ഞാൻ പറയാം. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. പബ്ലിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. എന്ന് വെച്ചാൽ നമുക്കൊരു വലിയ ടോപ്പിക്കാണ്, ഒരു മിനിമം 1 day വേണ്ട ടോപ്പിക്കാണ് നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുന്നത്. അതായത് റെലവെന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗം, ഇൻട്രൊഡക്ഷൻ, മെസ്സേജ് കാര്യങ്ങൾ എല്ലാം നമ്മൾ തയ്യാറാക്കുക.
അതിനുശേഷം നമ്മൾ ഒരു ടൈമറൊക്കെ ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വെറുതെ ഇരുന്ന് പ്രസന്റ് ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മിററിന്റെ മുന്നിലുള്ള പ്രാക്ടീസ് ആണ്. കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ജസ്റ്റേഴ്സ് ഓപ്പൺ ആവും, ഇതൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഐ മൂവ്മെന്റ്സ്, ഇതൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. മിറർ പ്രാക്ടീസ് ആണ്. മിററിന്റെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് പഠിക്കുക. നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ്സ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ ചിലപ്പോൾ യേശുദാസിനൊക്കെ ഭംഗിയായിട്ട് പാടും. പാടി നോക്കുമ്പോഴാവും, അത് പുറത്തേക്ക് വരുമ്പോഴാവും നമ്മൾ അറിയുക പാട്ടിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഫോം എന്ന് പറഞ്ഞ പോലെയാണ്. പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയും. 5 മിനിറ്റ് പ്രസംഗമാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് നോക്കുക, ചിലപ്പോൾ 3 മിനിറ്റിനുള്ളിൽ കഴിയും, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും, സമയം കൂടുതൽ എടുക്കും. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ചോദിച്ചോളൂ. ക്ലിയർ ആയെങ്കിൽ ഓക്കെ പറയൂ. ക്ലിയർ ആയോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. ഹലോ ബിജു സാറേ, ഇത് പ്രിൻസ് ആണ് സാറേ. ഈ അടുത്തിടയിൽ കേട്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സെഷൻ ആയിരുന്നു സാറിന്റെ. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ജോയിൻ ചെയ്ത് ഇച്ചിരി താമസിച്ചാണ് ജോയിൻ ചെയ്തത്. നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അതിന്റെ എന്തെങ്കിലും ടിപ്സ് ഉണ്ട്? അതായത് നമുക്ക് ആ ഒരു ഫ്ലോ നമ്മളത് ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് ആ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെയും പിന്നെ ഒരു ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഒക്കെ അതിനെ കുറിച്ച് സാർ സംസാരിച്ചതാണോ? അത് ഓൾറെഡി അതില് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഒന്ന് നമുക്ക് ടൈം അനുവദിച്ച സമയത്തിനുള്ളിൽ നമ്മുടെ സ്പീച്ച് നിൽക്കണം. ഇൻട്രൊഡക്ഷൻ നന്നാവണം. ഞാൻ പറഞ്ഞാൽ പുതിയ ഓരോ പോയിന്റ്സ് പിന്നെയും വരും. എന്ന് വെച്ചാല് ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും നല്ലതായിട്ട് ഇപ്പൊ ട്രെയിനിങ് ഒക്കെ ആണെങ്കിലും പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പറയാം, കൊട്ടേഷൻസ് പറയാം, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങാം, സ്റ്റോറി പറഞ്ഞു തുടങ്ങാം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പറയുന്നത് തമാശ പറഞ്ഞു തുടങ്ങുന്നതാണ് ഇൻട്രൊഡക്ഷൻ ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോകും. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആവണം. അതിന് ശേഷം ഇതൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. നമ്മൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓഡിയൻസ് അറിയണം, അവരെ പൾസ് അറിയണം. ബാക്കിയെല്ലാം നമ്മുടെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഓഡിയൻസിന്റെ പൾസും അവരുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ കിട്ടും. അത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. കമന്റ് ഇടുന്ന എല്ലാവർക്കും താങ്ക് യു. ഓരോരുത്തരും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. സാറേ, ഗുഡ് ഈവനിങ് സർ. ഐ എം അനിത പ്രഭു. ആ മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബോഡിയിൽ ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ? ഒരെണ്ണം ഡോപാമിൻ, മറ്റേത് എനിക്ക് ക്ലിയർ ആയില്ല സർ. സെറാട്ടോണിൻ. അതിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ എക്സസൈസും മെഡിറ്റേഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ. അതായത് ഒരേ ടൈം അല്ലെങ്കിൽ ഒരു ടൈം 20 മിനിറ്റ്സ് നമ്മളിപ്പോ എക്സസൈസിന് വേണ്ടി ചെയ്യുന്നു, ഒരു 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, അത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. അതിലെ ഈ ഡോപ്പമിൻ ഒക്കെയാണ് പ്രേമത്തിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അതുകൊണ്ടാണ് പ്രേമം തലക്കടിച്ചാൽ ഒടുക്കത്തെ മോട്ടിവേഷൻ ആണ്. പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മള് എക്സസൈസും മെഡിറ്റേഷൻ ചെയ്താൽ ഡോപ്പമിൻ പ്രൊഡക്ഷൻ കൊടുക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. Any other questions? Read, learn, practice, perform. Exactly. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനിക്കറിയാവുന്ന എന്ത് കാര്യം പറഞ്ഞു തരാനും ഞാൻ തയ്യാറാണ്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം, ട്രെയിൻ ഫീൽഡിൽ ആളുകൾക്ക് അറിയാം. എന്തും പറയുന്നത് എനിക്കിഷ്ടമാണ്. അറിയാവുന്ന ടോപ്പിക്കിലും പറഞ്ഞുതരാം, അറിയാവുന്ന കാര്യങ്ങൾ. ഒരു സംശയം. ഈ ചോദിച്ചോളൂ. എഴുതി കയ്യിൽ വെക്കാറുണ്ട്. അത്
പ്രാക്ടിക്കലി ശരിയായ വശമാണോ, അല്ലെങ്കിൽ അതാണ് എനിക്ക് ക്ലിയർ ആയില്ല. ചെറിയ കുറിപ്പുകൾ എഴുതി കയ്യിൽ വെക്കാറുണ്ട്, ഇടയ്ക്ക് അവര് നോക്കും, എന്നാൽ അവർ വിശദമായി നോക്കില്ല. അത് ചെയ്യുന്നത് നല്ലതാണോ? കാരണം തുടക്കക്കാരെ സംബന്ധിച്ച്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കൂടി പറയാം. കൂടുതൽ ചോദിച്ചാൽ കൂടുതൽ പോയിന്റ്സ് വരും. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും ഒരു ഗെയിം പോലും ഇല്ലാതെ വൺ ഡേ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ചലഞ്ച് ആയിരുന്നു. SBI ലൈഫ് ഇൻഷുറൻസിന്റെ തൃശ്ശൂർ TV ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് 10 മണി മുതൽ 4 മണി വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ടീ ബ്രേക്കും ലഞ്ച് ബ്രേക്കും ഉണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ അതില് ഒരു പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടില്ല, ഒരു ഗെയിമും ഒരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല. പക്ഷെ തുടക്ക കാലഘട്ടത്തില് അത് ഓരോ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. തുടക്ക കാലഘട്ടത്തില് പിന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പ് എന്നൊരു സെഷനുണ്ട്. എന്ന് വെച്ചാല് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ അറിയുന്ന ആളുകൾ ചോദിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാല് 3 കളർ സ്കെച്ച് പെൻസിൽ എടുത്തിട്ട് നമുക്കിത് മാപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു മെയിൻ ഹെഡിങ്, അതിന്റെ സബ് ഹെഡിങ് അങ്ങനെ പോകുമ്പോൾ ബെനിഫിറ്റ് എന്താ ചോദിച്ചാല് നമുക്ക് ഒരുപാട് ടോപ്പിക് കവർ ചെയ്ത് ഇങ്ങനെ പോവാം. സപ്പോസ് ഇടയിൽ ഒരു പോയിന്റ് വിട്ടുപോയാലും അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് വൺ ഡേ പോലുള്ള സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് പോകാറുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു വൺ ഡേ വരെ എടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ചില സ്ഥലത്ത് പവർ പോയിന്റ് ഒക്കെ വേണമെന്ന് പറയും, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലെവലൊക്കെ. ഇപ്പോഴാണ് പവർ പോയിന്റ് ഞാൻ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. പണ്ട് എൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രാക്ടീസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം അരമണിക്കൂർ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 1 മണിക്കൂറാക്കി, പിന്നെ 2 മണിക്കൂറാക്കി, പിന്നെ ഹാഫ് ഡേക്ക്. തുടക്കാലഘട്ടത്തിൽ എനിക്ക് ഒരു വൺ ഡേ എടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ ഒരു ചലഞ്ചായിട്ട് എടുത്ത് വൺ ഡേയിലേക്ക് ആയിരുന്നു. പിന്നെ 2 ഡേ വരെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ICS സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമൊക്കെ 2 ഡേ ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. കോണ്ടാക്ട് നമ്പർ വേണം. ഓക്കെ, ടോബിച്ചു കോണ്ടാക്ട് നമ്പർ കൊടുത്തോട്ടെ? ടോബിച്ചു, ഓക്കെ. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എപ്പോഴും എൻ്റെ ലൈഫിലുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല ഗുരുക്കന്മാരെ കിട്ടാറുണ്ട്. പല ഗുരുക്കന്മാരും എനിക്കിപ്പോ, അതായത് ശിഷ്യന്മാർ വളരണമെന്ന് ആഗ്രഹിച്ച ഗുരുക്കന്മാരാണ്. അതിലെ ഒരു റയർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അത്തരത്തിലുള്ള ഒരാളാണ് ടോബിച്ചൻ. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. നോബഡി നോസ്, സംബഡി നോസ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത വളരെയധികം കമ്മിറ്റ്മെന്റുള്ള ഒരാളാണ് ടോബിച്ചൻ. NLP പഠിക്കണമെന്ന ആഗ്രഹമായിട്ട് ഞാൻ കറങ്ങിടുന്ന അവസാനം കേട്ടൊരു പേരാണ് ടോബിച്ചൻ. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡയറക്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ച ടോബിച്ചിനോട് ഒരുപാട് നന്ദി പറയുന്നു. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ടോബിച്ച. അതാണ് പെർമിഷൻ ചോദിച്ച നമ്പർ കൊടുത്തത്. വേറെ എന്തെങ്കിലും ഡൗട്ട്? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദേവി മാം ഞാൻ നന്ദി പറയണം. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് ടോബിച്ചൻ സ്പെഷ്യൽ താങ്ക്സ്. ആത്മമിത്ര മോർ താങ്ക്സ്. പിന്നെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഫാമിലി പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഇതിൽ. എസ്പെഷ്യലി ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇന്ന് ക്ലാസ് കേട്ടുള്ള ഓരോരുത്തർക്കും താങ്ക്സ്. നിങ്ങളൊക്കെയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നല്ലൊരു സെഷൻ, വളരെ എനർജറ്റിക് ആയിട്ടും ഒരുപാട് ഇൻഫോർമേഷനും എല്ലാം തന്ന നല്ലൊരു സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് പബ്ലിക് സ്പീക്കിംഗ് പോലൊരു ടോപ്പിക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സെഷനും ആയിരുന്നു.
താങ്ക് യു സോ മച്ച് ബിജു. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നാളത്തെ സെഷൻ മാഡം ജിജിമോളിന്റെ ഡിപ്രഷൻ ആൻഡ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും മറക്കാതെ നാളത്തെ സെഷനിൽ വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.